ഹലോ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എപ്പിസോഡിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നൊരു ഫുഡ് റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഒരു ഷവർമയാണ് ഉണ്ടാക്കാൻ പോണത്. അതെന്താണെന്നുള്ളത് നമുക്ക് വൈഫിന്റെ അടുത്ത് ചോദിക്കാം. എന്താണെന്ന് പറയും. ഇന്ന് നമ്മളൊരു ഷവർമ എന്ന് പറയുമ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതൊരു ഫിഷ് ഷവർമയാണ്, ചിക്കൻ അല്ല. നമ്മൾ ഫിഷ് ഷവർമ ട്രൈ ചെയ്യുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഫിഷ് ഷവർമ ഒക്കെ ഉണ്ടാക്കുന്നത്. അതെ അതെ, എനിക്ക് മുന്നേ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം എന്ന് പറയാനായിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കണതാണ് ഫിഷ് ഷവർമ. ഞാൻ മുന്നേ കഴിച്ചിട്ടുമില്ല, ആദ്യമായിട്ടാണ് ഇത് പ്രിപ്പറേഷൻ ചെയ്യണത്. അന്നേരം ഫിഷ് ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന മീൻ കിളിമീനാണ്. അന്നേരം അത് വെച്ച് നമുക്കൊന്ന് ഫിഷ് ഷവർമ ഉണ്ടാക്കി നോക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഉണ്ടാക്കാൻ പോകുന്നത് കുബൂസാണ്. എല്ലാം ഹോം മെയ്ഡ് കുബൂസ്, എല്ലാം നമ്മൾ റെഡിമെയ്ഡ് ഒന്നും വാങ്ങുന്നില്ല. കുബൂസ് എല്ലാം ഇവിടെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അന്നേരം ഫസ്റ്റ് നമുക്ക് കുബൂസ് ഉണ്ടാക്കാം. അന്നേരം കുബൂസിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എന്തായാലും ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് ഈ ഈസ്റ്റ് ഒന്ന് ഫോം ആവാൻ വേണ്ടി വെക്കാം. അതിനൊരു ടേബിൾ സ്പൂൺ ഈസ്റ്റ്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ടീസ്പൂൺ നമുക്ക് പഞ്ചസാര ഇടാം. പിന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ അതൊന്ന് ഡൈലൂട്ട് ആകാൻ വെക്കണം. എന്തോരം ടൈം വെക്കണം ഡൈലൂട്ട് ആവാനായിട്ട്? ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ്. നമ്മളൊരു 3 കപ്പ് മൈദ എടുക്കുവാണ്. സ്പൂൺ ഓയിൽ ഒഴിക്കുക. പിന്നെ ഒരു മുട്ട, നമ്മൾ ഈസ്റ്റ് റെഡി ആയിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളതിനെ ഇളക്കി അതിൻ്റെ കൂട്ടത്തിൽ പാല്, ഒരു 1/2 കപ്പ് പാല് ഒഴിച്ച് ഇളക്കുക. പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പിടുക. നമ്മളൊരു സ്പൂൺ കൂടെ എണ്ണയും കൂടെ ആഡ് ചെയ്യും. ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ ഒരു കുഴച്ചെടുക്കുന്ന ഒരു പരുവത്തിൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ കുഴച്ച് ലാസ്റ്റ് ഇച്ചിരി എണ്ണയും കൂടെ ചേർത്ത് നമ്മൾ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വെക്കണം. അത് പിന്നെ അത് റെസ്റ്റ് ചെയ്യാനൊരു 1 to 2 hour വെക്കണം. എന്നാലേ അത് നല്ല ഫോം ആയിട്ട് വരത്തുള്ളൂ. കുബൂസിനുള്ള ആ ഒരു ടൈപ്പ് ആയി വരും. കുബൂസ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടി മാവൊക്കെ നമ്മൾ കുഴച്ച് വെച്ചു. അതിൽ നമ്മൾ 2 മണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അന്നേരം ഒരു നനഞ്ഞ തുണി അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കും. അതൊരു ഡ്രൈനെസ് മാറാൻ വേണ്ടി അത് 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഷവർമയ്ക്ക് വേണ്ടിയുള്ള മീൻ റെഡിയാക്കുകയാണ് അമ്മ. അന്നേരം മീനൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, മീൻ റെഡിയാക്കി കഴിഞ്ഞിട്ട് അടുത്ത പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോവാണ്. അപ്പോൾ നമ്മൾ മീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അന്നേരം ഇനി അതിൻ്റെ അകത്ത് മീൻ പുരട്ടാനുള്ള സാധനങ്ങൾ വേണ്ടത് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇത്തിരി മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട് ഞാൻ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് അതിനെ ഇളക്കി നന്നായിട്ട് യോജിച്ചെടുക്കാം. പിന്നെ ഇത് നമ്മളൊരു നാരങ്ങ മുറിച്ചത് ചേർക്കുന്നു. പിന്നെ കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യും നന്നായിട്ട്. എന്നിട്ട് അത് മീനത് നല്ല മസാല തട്ടി വെക്കും.
മസാല പരട്ടി അത് നമ്മളൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം, നല്ല സെറ്റ് ആവാൻ വേണ്ടി. എന്നിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് മീനൊക്കെ എടുത്തു, കുറച്ച് നേരം വെച്ചില്ലേ, അത് ഇനിയും വറുത്ത് നമുക്കെടുക്കാം. മീൻ വറക്കാൻ പോവാം. നല്ല മീൻ്റെ മണം അല്ലേ? ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ഫില്ലിങ്ങിന് വേണ്ടി നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എടുക്കും. അത് ക്യാബേജ് ഇത്ര എടുക്കില്ല കേട്ടോ. ക്യാബേജ് ഒരു കുറച്ച്, അതിൻ്റെ പാതി, പിന്നെ ഒരു തക്കാളി എടുക്കും, പിന്നെ ഒരു ക്യാപ്സിക്കം, പിന്നെ ഒരു സവാള. ഇത്രയും നമ്മൾ അരിഞ്ഞിപ്പം ഇതിന് വേണ്ടി റെഡിയാക്കും. നമ്മൾ വെജിറ്റബിൾ എല്ലാം അരിഞ്ഞ് വെച്ച് ഇനി നമ്മൾ അടുത്തത് കുബൂസ് റെഡിയാക്കാൻ പോകുന്നു. അത് കണ്ടിപ്പം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ പരത്തി എടുക്കണം. ഇനി നമ്മളത് ചെറിയ ചെറിയ ബോൾസ് ആക്കും. തീരെ ചെറുതല്ല, അത്യാവശ്യം വലിയ ബോൾസ് ആക്കിയിട്ട് നമ്മളത് പിന്നെ പരത്തിയെടുക്കുന്നത്. നമ്മുടെ ചപ്പാത്തിനെക്കാട്ടിൽ ഇച്ചിരി കട്ടിക്കായിരിക്കും കുബൂസ് എടുക്കേണ്ടത്. അന്നേരം ഇച്ചിരി വലിയ ബോൾ എടുക്കണം. അപ്പം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. അങ്ങനെ നമ്മൾ കുബൂസൊക്കെ പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് അത് ചുട്ടെടുക്കാം. അപ്പം നമുക്ക് കുബൂസ് ചുട്ടെടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്ക് തിരിച്ചിടണം. അത് ഇങ്ങനെ രണ്ട് സൈഡും ചൂടാക്കി ഇങ്ങനെ കൊമ്പള പോലൊക്കെ ആയി വരണം. അങ്ങനെ കുബൂസ് ഒക്കെ ആവും. ഇത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കുറച്ചിരുന്നതാണ്. അന്നേരം നമ്മൾ ഷവർമയ്ക്കകത്തോട്ട് വെക്കാൻ വേണ്ടി ഫില്ലിങ്ങിന് വേണ്ടി കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ മയോണൈസ് ഉണ്ടാക്കാൻ പോകാം. അന്നേരം നമ്മൾ അതിന് വേണ്ടി 2 മുട്ടയാണ് എടുത്തത്. മുട്ടയുടെ വെള്ള മാത്രം എടുക്കണം, മഞ്ഞ എടുക്കരുത്. മഞ്ഞ എടുത്ത് മയോണൈസ് ഉണ്ടാക്കും, പക്ഷേ വെള്ളമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇത് നമുക്ക് മിക്സിക്കകത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. കുറച്ച് വെളുത്തുള്ളി ഇട്ട് ലേശം ഉപ്പൂടി ഇട്ടിട്ട് ആദ്യം ഇത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്കതിന് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഷവർമയുടെ എല്ലാ കാര്യങ്ങളും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ്, കുബൂസ്, ഫില്ലിങ്ങിനുള്ള എല്ലാ സാധനങ്ങളും, ഫിഷ്, മയനോസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. വെജിറ്റബിൾസ് എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ലേശം അതിൻ്റെ അകത്ത് ഉപ്പ് ഇട്ടിട്ട് പിന്നെ ചെയ്ത് വെച്ച ഫിഷ് ഉണ്ടല്ലോ, അത് അതിൻ്റെ അകത്തോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ഫിഷ് എടുക്കുമ്പോൾ നമ്മൾ നോർമലി ചൂരയൊക്കെ ആയിരിക്കും എടുക്കുന്നത്, വലിയ മീൻ. അതാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത് കിളിമീൻ ആയിക്കൊണ്ട് ഇച്ചിരി പാടെ മുള്ളൊക്കെ പറിച്ചെടുക്കാൻ ഇച്ചിരി സമയം പോയി. അതായത് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നും ചിക്കനൊക്കെ കഴിച്ചിട്ട് ഇതിൻ്റെ അകത്തൊന്ന് വെറൈറ്റി നോക്കിയതാണ്. അങ്ങനെ നമുക്ക് ഇതൊന്ന് ഫില്ലിങ്ങൊക്കെ ഏകദേശം സെറ്റായി ചേർത്തിട്ട് അത് ഫില്ലിങ് ചെയ്യാം. ആദ്യം നമ്മൾ ഞാൻ മയോണൈസിൻ്റെ അത് കുറച്ച് കുരുമുളകും കൂടി ഇട്ടായിരുന്നു ടേസ്റ്റിന് വേണ്ടി. എന്നിട്ട് സോസ് ഒഴിക്കുക. നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം.
പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വെക്കാം. ശരിക്കും ഇത് ഓയിൽ പേപ്പറിൻ്റെ അകത്താണ് റോൾ ചെയ്യുന്നത്. നമ്മളിപ്പം ഓയിൽ പേപ്പറൊന്നും മേടിച്ചിട്ടില്ല, ജസ്റ്റ് വീട്ടിലെല്ലാവർക്കും കഴിക്കാനായതുകൊണ്ട് ഇങ്ങനെ തന്നെ റോൾ ചെയ്തെടുത്തേക്കുന്നു. ഇങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഷവർമ റെഡിയായി. അങ്ങനെ നമുക്ക് ഓരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഷവർമ എല്ലാം കഴിഞ്ഞ് ഫിനിഷ് ലെവലായിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനി എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇത് ആദ്യത്തെ ഒരു പ്രിപ്പറേഷൻ ആയതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഇനി ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം എങ്ങനെയുണ്ടെന്ന്. അമ്മയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എങ്ങനെയുണ്ട് അമ്മ? സൂപ്പർ. ഫസ്റ്റ് പ്രൈസ് മരുമോൾക്ക് കൊടുക്കുക. ഞാൻ എന്തായാലും ഷവർമ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് എങ്ങനെയുണ്ടെന്ന്. ആദ്യമായിട്ടാണ് ഫിഷിന്റെ ഷവർമ കഴിക്കണേ. ആ സൂപ്പർ സൂപ്പർ, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ്. എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഫിഷിൻ്റെ ആണ്, അത് ആദ്യമായിട്ട് ഉണ്ടാക്കണതാണ്, മുന്നേ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ലതാണ്. അച്ഛനും പറഞ്ഞ എന്തായാലും നല്ലതാണ്. ഓ അങ്ങനെ ഷവർമ അടിച്ച് വയറ് നിറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര നല്ല സൂപ്പർ ആവുന്ന. ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് തന്നെ. അപ്പൊ എല്ലാവരും വീട്ടിലത് ട്രൈ ചെയ്യണം. നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റാണ്. ഇതുമാതിരി തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. പിന്നെന്താണ് ഇങ്ങനെ ഞാനെന്ത് പറയാ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് അഭിപ്രായം പറയൂ. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകളും ഇതിൽ രേഖപ്പെടുത്തുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ബൈ.